ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അനൂസ് ഫ്യൂഷൻ ആൻഡ് ഫീസ്റ്റ്. ഇന്നൊരു ഷോപ്പിംഗ് ബ്ലോഗാണ്. ലുലുവിൽ 50% ഓഫർ സെയിൽ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അമ്മയും മീരയും കൂടി ലുലുവിൽ പോയായിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് ലുലു കണക്ട്സിലാണ് പോയത്. ടി വി ഒക്കെ നോക്കിയായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്നൊരു സീലിംഗ് ഫാനൊക്കെ വാങ്ങിച്ചു. ഈ ഒരു അയൺ ബോക്സ് നല്ല ലൈറ്റ് വെയ്റ്റും ക്യൂട്ടുമായിരുന്നു, പക്ഷെ വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ ഞങ്ങൾ കെറ്റിലൊക്കെ നോക്കിയായിരുന്നു. കെറ്റിൽസിനൊക്കെ അറൗണ്ട് 50% മുകളിൽ ഓഫർ ഉണ്ടായിരുന്നു. അമ്മ അവിടെ നിന്ന് ഒരു നോൾട്ടയുടെ ഒരു കെറ്റിൽ വാങ്ങിച്ചു. അതിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഈ പില്ലോ ഒക്കെ 99 ഉണ്ടായിരുന്നു. നല്ല ക്വാളിറ്റി ഉള്ള പില്ലോ ആയിരുന്നു. പിന്നെ നമ്മളവിടെ നിന്ന് ഹോം ഡെക്കോറിൻ്റെ സെക്ഷനിൽ പോയായിരുന്നു. ഇവിടെ ഓഫറൊന്നും ഉണ്ടായിരുന്നില്ല, എല്ലാത്തിനും നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഈ പോട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറേ ക്യൂട്ടായിട്ടുള്ള പോട്ട്സൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ ഒരു പോട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല വെയിറ്റൊക്കെ ഉണ്ട്. സെറാമിക്കിൻ്റെ പോട്ടായിരുന്നു. നല്ല റേറ്റാണ്. 1500 ആണ് അതിൻ്റെ റേറ്റ്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങിച്ചുള്ള അവിടെ തന്നെ വെച്ചു. പിന്നെ ഞങ്ങളിങ്ങനെ ആ സെക്ഷനിൽ ഇങ്ങനെ നോക്കി കുറേ ക്രിസ്റ്റൽസിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓരോന്നിങ്ങനെ എടുത്ത് നോക്കി. പിന്നെ കുറേ ഫോട്ടോ ഫ്രെയിംസൊക്കെ കണ്ടു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി കുറച്ച് ഐറ്റംസൊക്കെ മേടിച്ചിട്ട് ബില്ലടിച്ച് കിട്ടുന്നതാണ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ ഓഫറിൻ്റെ ടൈമിൽ ബില്ലൊക്കെ അടിച്ച് ഞങ്ങൾ അവിടെ നിന്ന് ലിഫ്റ്റ് എടുത്തു. താഴേക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് വന്നു. എൻ്റെ അമ്മ ഒടുക്കത്തെ തിരക്കായിരുന്നു. എൻട്രൻസ് മുതൽ തന്നെ ഒരു കണക്കിന് ട്രോളിയൊക്കെ എടുത്തു. നമ്മൾ അകത്തേക്ക് കയറി. അകത്ത് ആ എൻട്രൻസ് ഏരിയയിൽ കുറേ ഐറ്റംസിന് ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു. നെയ്യ്, അരിപ്പൊടി, അങ്ങനെ കുറേ ഐറ്റംസിന്, നട്ട്സിനെല്ലാം. അതിൻ്റെ ഉള്ളിൽ കൂടി ഈ ട്രോളി കൊണ്ട് നടക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങി. പക്ഷെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ ഓരോ സാധനങ്ങളൊക്കെ പിറക്കിയിട്ടു അതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ നടന്നു. പിന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഫിഷിൻ്റെ സെക്ഷൻ. ഒന്നും വാങ്ങിക്കാറില്ലെങ്കിലും എല്ലാ പ്രാവശ്യവും പോകുമ്പോഴും ഞാൻ അവിടെ ജസ്റ്റ് ഇങ്ങനെ ചുറ്റി നടന്ന് കാണാറുണ്ട്. അങ്ങനെ അതൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ നോക്കി. പക്ഷെ അമ്മക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നുകൊണ്ട് അമ്മ പുറത്ത് തന്നെ വെയിറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മീറ്റിൻ്റെയും ഒക്കെ സെക്ഷനിലേക്ക് പോയായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ നിന്ന് ബീഫ് വാങ്ങിച്ചു. പുറത്തെ റേറ്റായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സെയിം അല്ലെങ്കിൽ അതിൽ കുറവാണെന്ന് തോന്നണം. പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ബീഫ് ഞങ്ങളെപ്പോഴും മേടിക്കാറുണ്ട് അവിടെ നിന്ന്. പിന്നെ കുറച്ച് ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിച്ചു. പിന്നെ ഈ ഗ്രോസറി തൂക്കി വാങ്ങിക്കണ ഈ ഏരിയയിലേക്ക് പോയായിരുന്നു. അവിടെ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. എന്നാലും എല്ലാവരും വാങ്ങിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് മേടിച്ചു. ഞാൻ ആകെ ടയേർഡായിരുന്നു. കുറേ നേരമായി അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ടൈം പോയതൊന്നും അറിഞ്ഞില്ല. പിന്നെ അവിടെ നിന്ന് പോയത് ഈ സ്കോഷിൻ്റെയും പിക്കിൾസിൻ്റെയൊക്കെ ഈ ഒരു സെക്ഷനിലേക്കാണ്. ഇവിടെ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. കുറച്ച് സാലഡൊക്കെ വാങ്ങിച്ചു. പിന്നെ ഐസ്ക്രീംസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. സ്കൈഡ് ഐസ്ക്രീംസിന് 50% ഓഫർ ഉണ്ടായിരുന്നു. ഈ റെഡ് വെൽവെറ്റിൻ്റെ ഐസ്ക്രീം 150 എന്തായുള്ളൂ, 350 ആണ് അതിൻ്റെ റേറ്റ് MRP. പിന്നെ കുറച്ച് ചാട്ട് മസാലയൊക്കെ വാങ്ങിച്ചു. അവിടെ നിന്ന് ബില്ലടിക്കാനായിട്ട് നിന്ന് കയറാണ്ട് 1 മണിക്കൂറിന് മീതെ ഞങ്ങൾ ബില്ലടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. അങ്ങനെ ബില്ലൊക്കെ നല്ല ഫാസ്റ്റായിട്ട് അവർ അടിച്ച് തന്നെ ഉണ്ട്. പക്ഷേ ക്യൂ ഭയങ്കര വലിയ ക്യൂ ആയിരുന്നു. അങ്ങനെ ഓരോന്നൊക്കെ വാങ്ങിച്ചു, ബില്ലടിച്ചു. ഞങ്ങൾ അവിടെ നിന്ന് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹൈപ്പർ മാർക്കറ്റിൻ്റെ സറൗണ്ടിങ്സിലൊക്കെ നല്ല തിരക്കായിരുന്നു. പിന്നെ ഞാൻ അവിടെ നിന്ന് ലുലു ഫാഷൻ സ്റ്റോറിലേക്ക് പോയിരുന്നു. ഏറ്റവും ഇഷ്ടമുള്ളൊരു ഏരിയയാണിത്. അങ്ങനെ അവിടെ പോയി. അവിടെ കുറേ ഈ കുട്ടികളുടെ ബിൽഡിംഗ് ബ്ലോക്സ്, കുറേ ഐറ്റംസിനൊക്കെ സ്റ്റാർട്ടിങ് തന്നെ ആ എൻട്രൻസിൽ കുറേ ഓഫർ ഇട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചെസ്റ്റ് ബാഗ്, അതെല്ലാം എല്ലാ ഐറ്റംസിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. ഞാൻ അവിടെ നിന്നൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഡ്രസ്സിന്, വെസ്റ്റേൺ ഡ്രസ്സിനും കുർത്തീസിനും എല്ലാവരും നല്ല ഓഫർ ഉണ്ട്. ഓരോ ബ്രാൻഡിനും 50% അനുസരിച്ച് ഓഫർ ഉണ്ടായിരുന്നു. പക്ഷെ വലിയ സെലക്ഷനൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ നിന്ന് കിഡ്സിൻ്റെ ഒരു ഏരിയയിലേക്കാണ് പോയത്. അവിടെ നിന്ന് മോന് കുറച്ച് ടീഷർട്ടൊക്കെ വാങ്ങിച്ചായിരുന്നു. അതിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. 199 ടീഷർട്ടൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. മെൻസിൻ്റെ സെക്ഷനിൽ ഓഫർ ഉണ്ടായിരുന്നു. 50% ഓഫർ ഉണ്ടായിരുന്നു. കുറേ നല്ല ബ്രാൻഡിനെല്ലാം ഓഫർ ഉണ്ടായിരുന്നു. പിന്നെ ഈ കിഡ്സിൻ്റെ സെക്ഷനിൽ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്, മോന് ഡ്രസ്സ് മേടിക്കാൻ പോയാലും ഞാൻ ഈ ബേബി ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ നോക്കിക്കൊണ്ടിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബേബി ഗേൾസിൻ്റെ ഡ്രസ്സ് വേണ്ടത്. പിന്നെ അവിടെ നിന്ന് ടോയ്സിൻ്റെ സെക്ഷനിലോട്ടൊക്കെ പോയായിരുന്നു. ടോയാണ് നല്ല ക്യൂട്ടായിട്ടുള്ള ടോയായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ന്യൂ ബോൺസിനൊക്കെ കളിക്കാൻ പറ്റിയ ടോയാണ്. പിന്നെ ഇലക്ട്രിക് കാർസ്, അങ്ങനെ സോഫ്റ്റ് ടോയ്സിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. അവിടെ നിന്നൊരു സോഫ്റ്റ് ടോയും വാങ്ങിച്ചായിരുന്നു. ഈ ട്രോളീസിനും അറൗണ്ട് 70% ഓഫർ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ക്രോസിൻ്റെ ബേബീസിൻ്റെ
ഷൂ പേഴ്സണൽ ടൈപ്പുള്ള ഷൂ അവിടെ നിന്നും ഒരെണ്ണം വാങ്ങിച്ചു. അതിനെന്തോ 300 താഴെ എന്തോ റേറ്റ് വന്നോളൂ. പിന്നെ ലേഡീസിൻ്റെ ചപ്പൽസ്, ഷൂസ്, എല്ലാ ഐറ്റംസിനും 50% 40% അങ്ങനെ ഓഫർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ പോയത്. പിന്നെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ്. ഞാനിവിടെ നിന്ന് ഈ ഒരു കമ്മൽ വാങ്ങിച്ചായിരുന്നു. അത് അടിപൊളിയായിരുന്നു. അതിന് 20% എന്തോ ഓഫർ ഉണ്ടായിരുന്നു. ഈ ബാംഗിൾസിനൊക്കെ നല്ല ഓഫർ ഉണ്ടായിരുന്നു. 199 ബാംഗിളായിരുന്നു. എനിക്ക് 99 കിട്ടി. പിന്നെ ഞാൻ അവിടെ ഇപ്പോൾ ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല. അമ്മ ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ടയേർഡായിരുന്നു. അമ്മ താഴെ വെയിറ്റ് ചെയ്തോളാന്ന് പറഞ്ഞാൽ അമ്മ അവിടെ എന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ഞാൻ പിന്നെ അമ്മ അടുത്ത് നിന്ന് ഞങ്ങൾ ട്രോളിയും തള്ളി വീട്ടിലേക്ക് പോന്നു.